ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ബഹുമാനപ്പെട്ട ജനറാളമ്മേ, പ്രിയപ്പെട്ട ബ്രോൺഷ്യാളമ്മേ, ആദരണീയരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ധന്യനായ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ്റെ സ്മരണ നാം ഇന്ന് ഈ വിശുദ്ധ ബലിവേദിയിൽ ഓർക്കുകയും ആ വന്യ വൈദികനിലൂടെ ദൈവം നമ്മുടെ സഭയ്ക്ക് ചൊരിഞ്ഞ നന്മകളെ നന്ദിയോടെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ദിവസമാണിത്. വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള പദവിയാണ് ധന്യപദവി. അപ്രകാരം ധന്യപദവിയിലേക്ക് ഒരു വ്യക്തിയെ ദൈവം ഉയർത്തിയതായി തിരുസഭ പ്രഖ്യാപിക്കുമ്പോൾ അതൊരു വലിയ കൃപയുടെ നിമിഷമാണ്. ആ കൃപയുടെ നിമിഷത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുക. MSJ സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപക പിതാവ് എന്ന നിലയിൽ ഇന്നലെ എറണാകുളം അതിരൂപതയുടെ പ്രസ്ബിറ്റേറിയം ഉണ്ടായിരുന്നു. ആ പ്രസ്ബിറ്റേറിയത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ MSJ സഭാസ്ഥാപകൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ അതിരൂപത വൈദികനാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നുണ്ട്. അതിവിടെ പറയാൻ പ്രസക്തമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം വാസ്തവത്തിൽ ധന്യനായ ജോസഫ് അച്ഛൻ നമുക്കറിയാവുന്നതുപോലെ വളരെ തീക്ഷ്ണമതിയായ, ദൈവം കൃപകൾ കൊണ്ട് നിറച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ആകാര സൗഷ്ഠവം കൊണ്ടും അതുപോലെ തന്നെ അഗാധമായ ബുദ്ധി കൂർമ്മത കൊണ്ടും നിഷ്ണാതമായ സേവന സന്നദ്ധത കൊണ്ടും അദ്ദേഹം അതുല്യനായ ഒരു വൈദികനായിരുന്നു എന്ന് ആ അച്ഛൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെയും നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വേദപ്രചാര മധ്യസ്ഥനായി, അതായത് ഇവാഞ്ചലൈസേഷൻ വകുപ്പിൻ്റെ ചുമതലക്കാരനായിരുന്നു. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രൂപതയിലെ ബൈബിൾ അപ്പോസ്തലേറ്റ് എന്ന് പറയുന്നത് പോലെയാണ് ഇവാഞ്ചലൈസേഷൻ്റെ ചുമതല വഹിക്കുകയായിരുന്നു അദ്ദേഹം. ആ സമയത്ത് സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധനായിരുന്നു. സുവിശേഷത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ മുന്നിട്ടിറങ്ങുന്ന അപൂർവം വൈദികർ. പലപ്പോഴും നമ്മുടെ സുറിയാനി സഭയിലെ ഒരു കുറവ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ സത്യവിശ്വാസം മുറുകെ പിടിക്കുന്നവരും സഭയുടെ പൈതൃകങ്ങളെ ആത്മാർത്ഥതയോടെ കരുതലോടെ അനുധാവനം ചെയ്യുന്നവരുമാകുമ്പോൾ തന്നെ നമ്മുടെ പൂർവികർക്ക് ഈ സുവിശേഷ പ്രഘോഷണത്തിനുള്ള താല്പര്യമോ അല്ലെ അതിനുള്ള ഒരു പരിശീലനമോ ഇല്ലായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സഭാ സമൂഹമായി മാറി. കേരളക്കരയിൽ തന്നെ സുവിശേഷം അറിയാത്ത, ഈശോയെ അറിയാത്തവരുടെ അടുക്കലേക്ക് സുവിശേഷവുമായി ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവ് നമ്മുടെ സുറിയാനി സഭയ്ക്ക് നൽകിയ അപൂർവം വൈദിക രത്നങ്ങളിൽ ഒരാളാണ് പ്രിയപ്പെട്ട ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ. നമ്മൾ വാഴ്ത്തപ്പെട്ടവനായി ആദരിക്കുന്ന കുഞ്ഞച്ഛൻ, രാമപുരത്ത് തേവർപറമ്പിൽ കുഞ്ഞച്ഛൻ, അപ്രകാരം സുവിശേഷത്തെ എല്ലാ മനുഷ്യരുടെയും അടുക്കലെത്തിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ നിലപാട് സ്വീകരിച്ചൊരു വ്യക്തിത്വമാണ്. സുവിശേഷത്തെ ഒരാൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ, ഈശോ നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയുടെ മഹത്വം എത്ര ഉന്നതമാണ് എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ രക്ഷയെ മറ്റുള്ളവരോട് പ്രഘോഷിക്കാതിരിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. ജെറമിയ പ്രവാചകൻ്റെ ഭാഷയിൽ പറഞ്ഞ, എൻ്റെ അസ്ഥികളിൽ അഗ്നിയെ അടച്ചിട്ടിരിക്കുക. അതങ്ങനെ, അത് ഉള്ളിൽ കിടന്ന് കത്തുവാണ്, അത് പുറത്തേക്ക് പോകാതെ നിവൃത്തിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് സത്യമാണ്. സുവിശേഷത്തിൻ്റെ മാധുര്യമറിഞ്ഞവർ, ഈശോയിലൂടെ കൈവന്ന രക്ഷയുടെ മഹത്വം അറിഞ്ഞവർക്ക് അത് പങ്കുവയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ് സത്യം. അപ്രകാരം
ഈശോയിലൂടെ കൈവന്ന രക്ഷയുടെ മഹത്വം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന നിലപാടുകൾക്ക് നിമിത്തമായി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അടിസ്ഥാനപരമായി വേണ്ട ബോധ്യം ഇതാണ്: ദൈവം നമുക്കായി നേടിത്തന്ന രക്ഷയുടെ മഹത്വവും മാധുര്യവും നാം വ്യക്തിപരമായി അറിയുകയും അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത്. ഈ ധന്യപിതാവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നാം പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം സുവിശേഷത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും സുവിശേഷത്തിൻ്റെ രക്ഷ സകല മനുഷ്യർക്കും സംലഭ്യമാക്കാനുള്ള നിതാന്തമായ ജാഗ്രതയും ഈ വന്യപിതാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. രണ്ടാമതായി ആ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം വളരെ പ്രഗത്ഭനായ സംഘാടകനും അതുപോലെ പണ്ഡിതനുമായ വ്യക്തിയാണ്. റോമിൽ അഖില ലോക മിഷൻ സമ്മേളനത്തിന് പോയതാണ്. അവിടെ 1.5 വർഷം താമസിച്ചപ്പോൾ അദ്ദേഹം ആ ചുരുങ്ങിയ സമയം കൊണ്ട് 3 വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് എടുത്തുവെന്നാണ്. തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും കാനൻ നിയമത്തിലും. അങ്ങനെ ഇത്രയും ചുരുങ്ങിയ സമയത്ത് ഇങ്ങനെ ഡോക്ടറേറ്റ് എടുക്കാൻ ഇപ്പോഴാണേ പറ്റിയല്ല, അന്നതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും മറ്റൊരു ദൃഷ്ടാന്തമാണത്. എല്ലാ അവസരങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുക. നമ്മൾ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതാണ്, അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട, സമ്മേളനം കഴിഞ്ഞ് കാറ്റും കൊണ്ട് നടന്നാൽ മതി എന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷേ ആ ചുരുങ്ങിയ സമയം അദ്ദേഹം എത്രയോ ഫലപ്രദമായി വിനിയോഗിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തെ അറിഞ്ഞ മനുഷ്യർ ഓരോ മിനിറ്റും ഫലപ്രദമായി വിനിയോഗിക്കും എന്നുള്ളത് സത്യമാണ്. ആധ്യാത്മികതയുടെ ഒരു വലിയ ലക്ഷണമാണ് ഈ സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുന്ന ഒരു ജീവിത ശൈലി എന്ന് പറയും. ചിലർക്കൊന്നിനും സമയമില്ല, അവർ മൊത്തം മടുപ്പാണ്, ക്ഷീണമാണ്, വയ്യാണ്ട് എന്ത് പറഞ്ഞാലും അതൊന്നും പറ്റിയല്ല, മടുത്തു, വയ്യ. രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു അരമണിക്കൂർ പണി ചെയ്തു, പിന്നെ കിടക്കണം. ഇങ്ങനെ ഈ അലസത നമ്മുടെ ജീവിതത്തിൽ, സന്യാസത്തിലും ചിലപ്പോൾ അങ്ങനെ കടന്നു വരാറുണ്ടെന്നാണ് ശത്രുക്കൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ അലസത എന്ന് പറയുന്നത് അത് ആധ്യാത്മികതയ്ക്ക് വിരുദ്ധമാണ്. നിരന്തരമായി നമ്മൾ സമയത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. രോഗിയായി കിടക്കുമ്പോഴും പ്രാർത്ഥിച്ച് ആത്മാക്കളെ നേടിയെടുക്കുക. ദൈവം തരുന്ന സമയം അത് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. ആ സമയത്തെ ഫലപ്രദമായി നമ്മൾ വിനിയോഗിക്കുമ്പോൾ ദൈവം നമുക്ക് കൃപകൾ കൂടുതലായി വർഷിച്ചുകൊണ്ടിരിക്കും. ഒന്നും ചെയ്യാതെ മടി പിടിച്ച് അലസരായി നമ്മൾ ആയിരിക്കുമ്പോൾ അത് അപകടകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഈ സമയത്തിൻ്റെ വില അറിഞ്ഞു കഴിഞ്ഞാൽ നാം അതൊട്ടും പാഴാക്കില്ല, നിരന്തരമായി അധ്വാനിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് സത്യമാണ്. അപ്രകാരം സമയത്തിൻ്റെ മഹത്വവും മാധുര്യവും വാസ്തവത്തിൽ ഈ വന്യപിതാവ് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ അത് ഏറ്റവും ഫലപ്രദമായി പഠിച്ചു എന്ന് മാത്രമല്ല, ആ പഠന വഴികളിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ജ്ഞാനം, വിദേശത്ത് താമസിച്ചതിലൂടെ കിട്ടിയ ക്രിസ്തീയമായ ജീവിത ശൈലിയുടെ ബോധ്യങ്ങൾ, അതെല്ലാം ഈ കേരളക്കരയിൽ വന്ന് എല്ലാവർക്കും പകർന്നു കൊടുത്തു. അപ്രകാരം ജീവിക്കുന്ന ഈ പ്രിയപ്പെട്ട അച്ഛന് മനസ്സ് വെച്ചായിരുന്നെങ്കിൽ സഭയിലെ പല അത്യുന്നത സ്ഥാനങ്ങളിലും എത്തിപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഈ പാവങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ, സഭയിലെ വലിയ പള്ളികളുടെ വികാരിമാരാകാനും വികാരി ജനറലാകാനും മെത്രാണിച്ചനാകാനും ഒക്കെ ഒത്തിരി ആളുകളുണ്ടാകും.
പക്ഷേ തിരുസഭയിൽ ഈ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ എത്ര പേരുണ്ടാകും എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യൻ്റെ മൂന്നാമത്തെ ലക്ഷണമാണത്. ഹൃദയം നിറയെ കാരുണ്യവുമായി അതാവശ്യമുള്ള മനുഷ്യരുടെ പക്കലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സന്നദ്ധത. ദൈവാനുഭവം കിട്ടിയ മനുഷ്യർ എപ്പോഴും കരുണയുള്ളവരായിരിക്കും. വിശിഷ്യ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ഒപ്പം നിൽക്കുവാൻ അവർ സദാ ജാഗ്രതയും സന്നദ്ധതയുമുള്ള വ്യക്തികളായിത്തീരും. മദർ തെരേസായുടെ പ്രവർത്തനങ്ങൾ നാം എല്ലാവരും നേരിൽ കാണുകയും അറിയുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ മദർ തെരേസ ചെയ്തതിന് സമാനമായ ശുശ്രൂഷയാണ് ആ കാലഘട്ടത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ഞിക്കാരനച്ഛൻ ചെയ്തത്. രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രികളില്ല. എറണാകുളത്ത് ജനറൽ ആശുപത്രിയുടെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രം അന്നുണ്ടായിരുന്നു. ആ പ്രദേശത്തെ 2-3 ജില്ലകളിൽ കൂടിയുള്ള ഒരാതുരാലയം എന്ന് പറയാൻ അത് മാത്രമേ ഉണ്ടായിരുന്നു. അപ്രകാരം അവിടെ വരുന്ന ഡോക്ടേഴ്സൊക്കെ സവർണ ജാതിക്കാരായതുകൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ചെന്നാൽ കാണുകയില്ല, മരുന്ന് പോലും കൊടുക്കുകയില്ല, പരിശോധിക്കുക. തീണ്ടലും തൊടിയിലും ഉള്ളതുകൊണ്ട് അത്തരക്കാർക്ക് രോഗം വന്നാൽ മരിച്ചു പോകുകയല്ലാതെ നിവൃത്തിയിൽ. അങ്ങനെ ഗതികേടിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു ജനസമൂഹത്തെ കൊണ്ട് തൻ്റെ ഹൃദയം മലിഞ്ഞ് ആർദ്രമായ ഹൃദയത്തോടെ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ അവർക്ക് വേണ്ടി കോതമംഗലത്ത് സ്ഥാപിച്ച ആശുപത്രിയുടെ പേരാണ് ധർമ്മഗിരി എന്ന് പറയുന്ന ആശുപത്രി. ഈ ധർമ്മഗിരി ആശുപത്രിയിൽ ചികിത്സിക്കാൻ ആരുമില്ല. ചികിത്സ അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ ഡോക്ടറേറ്റ് കാനൻ നിയമത്തിലാണെങ്കിലും അച്ഛൻ തന്നെയാണ് ചികിത്സകളൊക്കെ നടത്തിയിരുന്നത്. ഇന്ന് ആണെങ്കിൽ അത് കുറ്റകരമായി വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. ആ ഉദ്ദേശശുദ്ധിയുടെ നന്മയെ ദൈവം ആശീർവദിച്ചു എന്ന് നമ്മൾ വിചാരിക്കണം. അപ്രകാരം പല സന്യാസഭകളുടെയും സഹായം തേടിയിട്ട് ആരെയും കിട്ടാതെ വന്നപ്പോൾ, എന്നാൽ ഈ രോഗികളെ സഹായിക്കാൻ വേണ്ടി തൽപരരായ സഹോദരിമാരുടെ ഒരു സംഘം രൂപീകരിക്കണം എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. പ്രതിസന്ധികളൊന്നും പ്രിയപ്പെട്ടവരെ വഴിമുടക്കാൻ വേണ്ടിയുള്ളതല്ല, ശരിയായ വഴിയിലേക്ക് തിരിയാൻ വേണ്ടി ദൈവം തരുന്ന അവസരങ്ങളാണ് എന്നുള്ളതാണ് ഈ ജോസഫ് അച്ഛൻ്റെ ജീവിതം തരുന്ന മൂന്നാമത്തെ ഏറ്റവും തീക്ഷ്ണമായ പാഠമെന്ന് പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് തിരിച്ചടികളും നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരികയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം തീർന്നു, തകർന്നു, പദ്ധതികളെല്ലാം പാളി, ആശുപത്രി തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല, അടച്ചുപൂട്ടി വീട്ടിൽ പോകാം എന്ന് വിചാരിക്കും. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കറിയാം, പ്രതിസന്ധികളൊന്നും പിന്തിരിയാനും അവസാനിപ്പിക്കാനുമുള്ള സൂചനകളല്ല, മറിച്ച് ദൈവമൊരുക്കിയ അത്ഭുതകരമായ വഴികളിലേക്ക് തിരിയാൻ ദൈവം തന്നെ വയ്ക്കുന്ന ചില മാർഗതടസ്സങ്ങളാണ്. വലിയ വളവ് വരുമ്പോൾ അവിടെ മതിൽ കെട്ടി തിരിച്ച് ബോർഡ് വയ്ക്കും, അതിനപ്പുറത്തേക്ക് ഇൻഡിക്കേറ്റർ വയ്ക്കും, ഇതിനപ്പുറത്തേക്ക് പോയ അപകടമാണ്. അതല്ല പോകേണ്ട വഴി നേരെ വളഞ്ഞാണ്. വാസ്തവത്തിൽ ഈ വളവുകളൊന്നും തടസ്സങ്ങളല്ല, ശരിയായ വഴിയിലേക്കുള്ള ദിശാസൂചികളാണ്. അത് തിരിച്ചറിയുന്ന മനുഷ്യരൊക്കെ ആത്മീയമായും സഭാപരമായും വലിയ ശ്രദ്ധേയ സംഭാവനകൾ നൽകാൻ കഴിവുള്ളവരായിത്തീരും. പലരുടെയും ജീവിതം ചെറിയ തടസ്സങ്ങളിൽ തട്ടി നിൽക്കുകയും തകർന്നു പോവുകയും നിരാശയിൽ അവസാനിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ എല്ലാത്തിനും പ്രതിസന്ധികൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രിയപ്പെട്ട വൈദികൻ നമുക്ക് കാണിച്ചു തരുന്ന അത്ഭുതാവഹമായ മാതൃകയും, അതുപോലെ തന്നെ അവസാനമായി ഈ അച്ഛൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ അദ്ദേഹം തനിക്ക് കിട്ടിയതെല്ലാം സൗജന്യമായി മറ്റുള്ളവർക്ക് കൊടുത്തു. തൻ്റെ കുടുംബസ്വത്ത് മുഴുവനും വിറ്റ് ആതുര സേവനത്തിന് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു. ഈ ആശുപത്രി പണിയുന്നതിനും അതുപോലെ
രോഗികളെ ചികിത്സിക്കുന്നതിന്, മരുന്ന് വാങ്ങുന്നതിനെല്ലാം അദ്ദേഹം സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കാമായിരുന്നതെല്ലാം വിനിയോഗിച്ചു എന്നതാണ് സത്യം. അദ്ദേഹം തുടങ്ങിയതാണ് സത്യദീപം എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പ്. അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന 2 ബോട്ടുകളുടെ പേരാണ്. സത്യം, ദീപം എന്ന 2 ബോട്ടുകൾ വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് തുടങ്ങിയത് കൊണ്ടാണ് അതിന് സത്യദീപം എന്ന് പേരിട്ടത് എന്നാണ് ഞാൻ ചരിത്ര പുസ്തകങ്ങളിൽ, എറണാകുളം രൂപത സത്യദീപത്തിൻ്റെ 100-ാം വർഷമാണ് അതിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ കൂടിയ മീറ്റിങ്ങിൽ അവരത് പറഞ്ഞ് കേട്ട അറിവാണെൻ്റെ. അപ്രകാരം തനിക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കാതെ എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി കരുതി വയ്ക്കുന്ന മനസ്സ് ഈ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ ദർശനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം ഈ വിശുദ്ധ വൈദികനെ അൾത്താരയിൽ വണങ്ങാൻ യോഗ്യനായി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ധന്യപദവി പ്രഖ്യാപനം എന്ന് നമുക്കറിയാം. നമുക്കെല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം. ഇപ്രകാരം ദൈവീകമായ കാഴ്ചപ്പാടോടെ ജീവിക്കുകയും ദൈവം നടത്തിയ വഴികളിൽ പൂർണ്ണ സംതൃപ്തിയോടെ വ്യാപരിക്കുകയും ചെയ്ത ഈ വന്യവൈദികനെ ദൈവം സ്വർഗത്തോളം ഉയർത്തുന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അദ്ദേഹത്തിലൂടെ ചെയ്ത എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കയ്യൊപ്പുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് പ്രിയപ്പെട്ട പഞ്ഞിക്കാരനച്ഛൻ തുടങ്ങിയതെല്ലാം അനുഗ്രഹങ്ങളായി മാറി എന്നുള്ളത് നാം അത്ഭുതത്തോടെ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. ഈ MSJ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപനം തന്നെ നോക്കുക. വളരെ പരിമിതമായ സാഹചര്യത്തിൽ തുടങ്ങി ഇതിൻ്റെ ബാലാരിഷ്ടതകൾ വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ സ്ഥാപക പിതാവ് നിത്യതയിലേക്ക് കടന്നുപോയി. പിന്നെ അങ്ങനെ ഒരു സന്യാസ സമൂഹത്തിൻ്റെ ഭാവി വളരെ അരക്ഷിതാവസ്ഥയിലാകേണ്ടതാണ്. പക്ഷേ ഈ വിശുദ്ധ മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ ഒപ്പം ദൈവം നടന്നു. സ്വർഗത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം അത്ഭുതകരമായി ഈ സന്യാസ സമൂഹത്തെ വഴി നടത്തി. അതിൻ്റെ ബാക്കി പത്രമാണ് കോതമംഗലത്തെ ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് അവർ ലോകം മുഴുവനും ശുശ്രൂഷ ചെയ്യുന്ന വലിയ ഒരു സന്യാസിനി സമൂഹമായി മാറിയത്. നിങ്ങളുടെ സ്ഥാപക പിതാവിൻ്റെ ഒപ്പം ദൈവം നിരന്തരം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമായിട്ട് നിങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ വളർച്ചയെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും ഈ വന്യപിതാവിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്, അതുപോലെ നിങ്ങളുടെ സന്യാസ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ നന്മയുടെ ശുശ്രൂഷകൾ അനുസ്യൂതം തുടരുന്നതിനും കൂട്ടായി ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ